വചനമൊഴി ഫെബ്രുവരി 15. വചനഭാഗം 1 തെസ്സലോനി 2:17, 3, 5. ലൂക്കായുടെ സുവിശേഷം 22, 24, 30. സ്വർഗരാജ്യ പ്രവേശനത്തിന് ചെയ്യേണ്ട 2 കാര്യങ്ങൾ ഇന്നലെ തിരുവചനത്തിൽ നിന്ന് നാം ധ്യാനിച്ചു. എളിമയോടെ വർത്തിച്ച് ദൈവാശ്രയബോധമുള്ളവരായി ജീവിക്കുക, ഇടർച്ച നൽകാതിരിക്കുക. ഇന്ന് തിരുവചനം പങ്കുവെക്കുന്നത് സ്വർഗരാജ്യത്തിൽ വലിയവനാകുവാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നാമതായി പറയുന്നു, വലിയവനാകുന്നത് ശുശ്രൂഷകനാകുന്നതിലൂടെയാണ്. ശുശ്രൂഷകനായിരിക്കുക എന്നത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. ദൈവസ്നേഹത്തിന്റെ പ്രകടനമാണ് ദൈവത്തിന്റെ പക്കൽ ശുശ്രൂഷ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ആരാധനാ ജീവിതം. പരസ്നേഹത്തിന്റെ പ്രകടനമാണ് സഹോദരങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നത്. അതാണ് സഭാത്മകവും സാമൂഹികവുമായ നമ്മുടെ ജീവിതം. ഈശോ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെയാണ്. ഈശോയെ പോലെ ശുശ്രൂഷകനായിരിക്കുക, അതാണ് സുവിശേഷം നൽകുന്ന ഒന്നാമത്തെ ക്ഷണം. രണ്ടാമത്, പരീക്ഷകളിൽ കർത്താവിനോട് കൂടി ആയിരിക്കുക എന്നതാണ്. നിങ്ങൾ പരീക്ഷയിൽ എന്നോടുകൂടി ആയിരുന്നവരാണ്. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും. നാം ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ജീവിത കടമകൾ, ഉത്തരവാദിത്തങ്ങൾ ശുശ്രൂഷ മനോഭാവത്തോടെ നിർവഹിക്കുന്നതിനും പ്രതിസന്ധികളും പരീക്ഷകളും സഹനങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ മിശിഹായോടുകൂടി ആയിരിക്കുവാനും ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. സഭയിൽ ശുശ്രൂഷന്റെ ദൗത്യം എന്താണെന്നാണ് പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുക, മിശിഹായുടെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ സഹകാരിയാകുക, പീഡനങ്ങൾ നിമിത്തം സഹനങ്ങൾ മൂലം ആരും ചഞ്ചലപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ ദൗത്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്ത് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.